ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെയാണെങ്കിൽ എൻ്റെ അമ്മച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അതിൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. എന്നാൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലും എനിക്കാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായത്. അപ്പം തന്നെ പോയിട്ട് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടിയപ്പോഴേക്ക് തന്നെ റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നാണെങ്കിൽ ഞാൻ അടുത്തത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. അങ്ങനെ ഞാനാണ് കേട്ടോ ഈ ഒരു മീൻ ഫുള്ളായിട്ട് പൊരിച്ചിട്ടുണ്ടായത്. മീനൊക്കെ ആദ്യം മുളകും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പായസത്തിൻ്റെ ഡ്യൂട്ടി ഫുള്ളായിട്ട് മമ്മിക്കായിരുന്നു കേട്ടോ. അങ്ങനെ മമ്മി പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കി. ഞാനിവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അപ്പുറത്ത് നല്ല മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മീനിലേക്ക് വേണ്ടത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ തലശ്ശേരിക്കാർക്ക് ദം ബിരിയാണി വിട്ടിട്ട് ഒറ്റ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല തലശ്ശേരി മീൻ ബിരിയാണിയാണ്, അതും ദമ്മിട്ട മീൻ ബിരിയാണി. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നിന്ന് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ബിരിയാണി സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തലശ്ശേരി ദമ്മിട്ട് കൊടുക്കുക. അങ്ങനെ ദമ്മിടാൻ വേണ്ടിയിട്ട് അമ്മ ഇതാ റൈസൊക്കെ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് നെയ്യും പിന്നെ ഗരം മസാല, കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് പുതിന മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കും. ഇതുപോലെ സെറ്റ് ചെയ്ത് പിന്നെയും നമ്മൾ അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കും കേട്ടോ. റൈസ് ഇട്ടതിന് ശേഷം എഗെയിൻ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യും. അതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് നമുക്ക് ഈ ഒരു ചെമ്പ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മെയിനായിട്ട് ചെയ്യേണ്ടതാണ് ഇത്. ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമുക്കിതുപോലെ കനലിട്ട് കൊടുക്കുക. അപ്പോൾ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ നമ്മൾ ഇതാ ബാക്കി വന്നപ്പോൾ മസാലയിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൈഡ് ഡിഷ്. ചിക്കൻ നല്ല പോലെ വരട്ടിയെടുത്തതായിരുന്നു. അപ്പം നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയോട് ബായ് പറഞ്ഞ് ഞങ്ങളിതാ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഇച്ചിരി ബലൂൺസും ബാനറും മാത്രം, അധികം ആർഭാടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ഞങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഫാമിലിയും ഉണ്ട്, വേറെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. അമ്മമ്മ എന്നൊന്നും ഞങ്ങൾ വിളിക്കാറില്ല. അതേപോലെ ഇതാണ് കേട്ടോ ഡാഡീൻ്റെയാണ് ബർത്ത്ഡേ. ഡാഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചനാണ്, അമ്മേൻ്റെ അച്ഛൻ. പക്ഷെ ഞങ്ങൾ ഈ ചെറുതിലെ ഡാഡി മമ്മി എന്ന് വിളിച്ചിട്ട് ശീലിച്ചു. അല്ലെ ആൾക്കാർക്കൊക്കെ തോന്നാറുണ്ട് ഞാൻ ഈ പ്രസൻറ്റിന് വേണ്ടിയിട്ട് പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിലും പെട്ടെന്ന് അച്ചാച്ചൻ അതേപോലെ തന്നെ അമ്മമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡാഡി മമ്മി എന്ന് തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡാഡിക്ക് ഇച്ചിരി ഷുഗർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ പീസ് വായിൽ വെച്ച് കൊടുത്താൽ മതി എന്നായിരുന്നു ഓർഡർ ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ ആ ഓർഡർ എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡാഡിക്കാണെങ്കിൽ നല്ല പോലെ മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ പീസ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായത്. മധുര സാന്ത്വനമാ. അപ്പം നമ്മുടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കൽ പ്രഹസനാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി അൺബോക്സ് ചെയ്ത സാധനമാണ് കേട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് മോർണിംഗ് തന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോക്ക് വേണ്ടി ചുമ്മാ കൊടുത്ത ഒരു പ്രഹസനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് ചിരിക്കായിരുന്നു. കൊടുക്കുമ്പോൾ പോലും ഒറിജിനാലിറ്റി ഇല്ലാതെയാണ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ അതും പറഞ്ഞ് നല്ല ചിരിയായി. അപ്പം നമ്മൾ നെക്സ്റ്റ് പരിപാടി ഫുഡ് അടി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ എവിടെയും കാണാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ മെൻസ് ഫസ്റ്റ് അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവരെയാണ് ഇരുത്തിയിട്ടുണ്ടായത് ഫുഡ് കഴിക്കാനായിട്ട്. ഡാഡീനെ തന്നെ ഫസ്റ്റ് ഇരുത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും ആൻറ്റിയും കൂടെ ഫുഡൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ലേഡീസ് ഫസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ലേഡീസ് ലാസ്റ്റാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ ചിരിച്ചും കളിച്ചുമൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ഒന്നാമത് ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു
ഗെറ്റ് ടുഗദർ നടത്തുന്നത് കേട്ടോ. ഗെറ്റ് ടുഗദർ അല്ല, ഒരു ഫങ്ഷൻ നടത്തുന്നത്. സീരിയസ് ആയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു, കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കുറച്ച് ഫാമിലി പിക്സ് ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഇതിൽ എൻ്റെ അമ്മയുടെ ബ്രദർ ഇല്ല കേട്ടോ, നാട്ടിലില്ലാത്തതുകൊണ്ട് അങ്കിള് മാത്രം മിസ്സിങ് ആണ്, അങ്കിളും അങ്കിളുടെ ഫാമിലിയും. ഇത് അമ്മയും ആൻറ്റിയും ട്വിൻസാണ് കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒത്തിരി നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഒരുപാട് സമയമായി കണ്ടപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയിലായി. എൻ്റെ ബ്രദറും എൻ്റെ പപ്പയും ഒക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്നുള്ള പരിപാടിയിലായി. ഈ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ ബൈ ബൈ.